ഇന്ന് എവിടെയും കേൾക്കുന്ന ഒരു പേരാണ്, ഒരു നാടിന്റെ പേരാണ് ഇസ്രയേൽ. ഇസ്രയേൽ പലസ്തീനോടും ഹമാസിനോടും ഹിസ്ബുള്ളയോടും യമനോടും ഒരേ സമയം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇസ്രയേൽ ഇത്രമേൽ യുദ്ധവെറി പൂണ്ട രാജ്യമാണോ? അതേക്കുറിച്ച് പല സത്യങ്ങളും മറച്ചുവെച്ചും അല്ലാതെയുമൊക്കെ കഥകൾ പരക്കുന്നുണ്ട്. എന്താണ് ആ കൊച്ചു രാജ്യത്തിനോട് അറബ് രാജ്യങ്ങൾക്ക് ഇത്രയേറെ ദേഷ്യവും പകയും? അല്ലെങ്കിൽ എന്തിനാണ് ഇസ്രയേലിനോട് അറബ്സിനോട് ഇത്ര പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ? സത്യത്തിൽ ഇസ്രയേലിൽ എന്താണ് സംഭവിക്കുന്നത്? ഇസ്രയേൽ തിരിച്ച് എന്താണ് ചെയ്യുന്നത്? അതെ, നമ്മൾ ഇന്ന് പറയുന്നത് ആ ഇസ്രയേലിനെ കുറിച്ചാണ്. ഇസ്രയേലിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് ജൂതരുടെ ചരിത്രം പറയുമ്പോൾ, അത് BC 1000 മുതൽ, അതായത് യേശുക്രിസ്തുവിന് 1000 വർഷം മുമ്പ് തുടങ്ങി പരിശോധിക്കേണ്ടി വരും. അതുകൂടി പരിശോധിച്ചില്ലെങ്കിൽ നമുക്ക് പകുതി ചരിത്രം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും അന്ന് യേശുക്രിസ്തുവിന് 1000 വർഷം മുമ്പ് കാനോൻ എന്ന പ്രദേശമുണ്ടായിരുന്നു, വിശുദ്ധ നാടായി കണക്കാക്കുന്ന കാനോൻ. ഇപ്പോഴത്തെ ഇസ്രയേൽ, പലസ്തീൻ ഒക്കെ നിലകൊള്ളുന്നത് അന്നത്തെ ആ കാനോൻ പ്രദേശത്താണ്. ബൈബിൾ ഭാഷയിൽ അത് തേനും പാലും ഒഴുകുന്ന കാനാൻ. അവിടെ എബ്രഹാം എന്നൊരു വ്യക്തി ജീവിച്ചിട്ടുണ്ടായിരുന്നു. എബ്രഹാമിൽ നിന്നാണ് ജൂതന്മാരുടെ കഥ, അല്ല ചരിത്രം ആരംഭിക്കുന്നത്. എബ്രഹാമിന്റെ ഭാര്യയുടെ പേര് സാറ എന്നായിരുന്നു. ഈ ദമ്പതികൾക്ക് കുട്ടികളില്ലാതെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. പിന്നീട് ഇസഹാക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. ഇസഹാക്ക് വളർന്നു, വിവാഹമൊക്കെ കഴിഞ്ഞു. അവർക്ക് യാക്കോബ് അല്ലെങ്കിൽ ജേക്കബ് എന്നൊരു മകൻ ഉണ്ടാകുന്നു. ഈ ജേക്കബിന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, അത് ഇസ്രയേൽ എന്നായിരുന്നു. ജേക്കബിന് 12 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടായത്. എന്തായാലും ഈ 12 ആൺമക്കളും അവരുടെ പിൻഗാമികളും ഒക്കെ കൂടി 12 ട്രൈബുകളായി മാറുകയാണ് പിന്നീട്. 12 ട്രൈബ്സും വളരെ നാളുകൾ സന്തോഷത്തോടെ തന്നെ ജീവിച്ചു. ഇവരുടെ ഇടയിൽ നിന്നാണ് ദാവീദ് എന്നൊരു രാജാവ് ഉണ്ടായത്. അതിനുശേഷം സോളമൻ ചക്രവർത്തി ഉണ്ടായി. ഈ സോളമൻ ചക്രവർത്തിയാണ് ജൂതന്മാരുടെ ആദ്യത്തെ ടെമ്പിൾ പണി കഴിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? പണ്ടേ ഒരു ജൂതരാജ്യം ഉണ്ടായിരുന്നു എന്നല്ലേ? ഇന്നത്തെ ഗ്ലോബ് നോക്കിയാൽ ഇന്നത്തെ പലസ്തീൻ, ഇസ്രയേൽ ഒക്കെ വരുന്നത് അന്നത്തെ ആ കാനാൻ പ്രദേശത്ത് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ജൂതരുടെ രാജ്യമെന്ന് വ്യക്തം. അങ്ങനെ BC 930 കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഈ 12 ട്രൈബ്സ് തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതേ തുടർന്ന് അവർ പിരിയുകയാണ്. കുറച്ചുപേർ സതേൺ സൈഡിലേക്ക് പോകുകയും അവിടെ അവർ ജൂത എന്ന പേരിടുകയും ചെയ്യുന്നു. അതായത് അവർ പോയി താമസിച്ച ഇടത്തിന് ജൂത എന്ന പേരിടുന്നു. 10 ട്രൈബ്സ് നോർത്തേൺ സൈഡിലേക്ക് പോയി അവർ ആ സ്ഥലത്തിന് ഇസ്രയേൽ എന്ന് നാമകരണം ചെയ്യുന്നു. അതായത് 10 ട്രൈബ്സ് ഇസ്രയേലിലും 2 ട്രൈബ്സ് ജൂതയിലും ഉണ്ടായിരുന്നു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അസീറിയൻ വംശത്തിൽപ്പെട്ടവർ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. ആ ആക്രമണത്തിൽ 10 ട്രൈബ്സും നാമാവശേഷമായി പോയി. പിന്നീട് അവരെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ അധികം പറഞ്ഞു കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ദ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രയേൽ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ജൂതർക്ക് നേരെ ആക്രമണങ്ങൾ മാത്രമാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അസീറിയൻ വംശത്തിന്റെ ആക്രമണത്തിന് ശേഷം ബാക്കി ഉണ്ടായിരുന്നത് ആ 2 ട്രൈബ്സ് ആണല്ലോ. അവരങ്ങനെ കഴിഞ്ഞു പോകുന്നതിനിടയിൽ ബാബിലോണിയൻ വംശക്കാർ ഇവരെ ആക്രമിക്കുന്നുണ്ട്. വളരെ ഭീതിതമായ ആക്രമണമായിരുന്നു അത്. ജനങ്ങളെ വളരെയേറെ പീഡിപ്പിച്ചു. മാത്രമല്ല അവരുടെ ചക്രവർത്തിയായിട്ടുള്ള സോളമൻ നിർമ്മിച്ച ടെമ്പിൾ അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ കുറെ പേർ വേറെ രാജ്യങ്ങളിലേക്കും ബാബിലോണിയയിലേക്കും കുടിയേറിപ്പാർത്തു. അതിനുശേഷം ജൂതർക്ക് നേരെ ആക്രമണം നടത്തിയത് പേർഷ്യൻ വംശമാണ്. 70 വർഷം കഴിഞ്ഞ് പേർഷ്യക്കാർ ബാബിലോൺ കീഴടക്കിയപ്പോൾ പലായനം ചെയ്തവരിൽ ഒരു വിഭാഗം മാതൃദേശത്തേക്ക് മടങ്ങുന്നുണ്ട്. പേർഷ്യൻ വംശജർ കുറച്ച് ജനറസ് ആയിരുന്നു. അവർ പറഞ്ഞത് ഓടിപ്പോയ ജൂതന്മാർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം, സോളമന്റെ ടെമ്പിൾ വേണമെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം ആക്രമണം നടത്തിയത് അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആണ്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആ ഏരിയ മുഴുവനും കൈപ്പിടിയിൽ ഒതുക്കുന്നുണ്ട്. പക്ഷേ അലക്സാണ്ടർ അധികകാലം ജീവിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. പിന്നീട് അദ്ദേഹത്തിന്റെ ഗവർണർമാരാണ് അവിടുത്തെ പ്രവിശ്യകളൊക്കെ ഭരിച്ചിരുന്നത്.
അതിനുശേഷം ഹാസ്മോണിയൻ എന്ന വംശം ആക്രമണം നടത്തുന്നു. അലക്സാണ്ടറുടെ മരണശേഷം അദ്ദേഹത്തിന്റെ സൈനിക മേധാവിയായിരുന്ന സെല്ലക്കസ് സ്ഥാപിച്ച സെല്യൂസിഡ് സാമ്രാജ്യം പേർഷ്യൻ ലോകത്ത് ഗ്രീക്ക് സംസ്കാരം പ്രചരിപ്പിക്കുന്നുണ്ട്. ഗ്രീക്ക് സംസ്കാരം സ്വീകരിച്ച ജൂതന്മാരുടെ സഹായത്തോടെ ജൂതക്ഷേത്രത്തെ സ്യൂസ് ക്ഷേത്രമാക്കാൻ സെല്യൂസിഡ് ചക്രവർത്തിയായ ആന്റിയോക്കസ് എപ്പിഫേനസ് നാലാമൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? ഇവർ ഏറെ വേട്ടയാടപ്പെട്ട ഒരു ജനതയാണ് എന്ന്, അല്ലേ? പിന്നീട് യഹൂദന്മാർക്കെതിരെ നടന്ന പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ വകയായിരുന്നു. അവരുടെ ആക്രമണത്തോടെ ജൂതന്മാർക്ക് അവിടെ നിൽക്കക്കള്ളി ഇല്ലാതെയായി. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണം തുടർന്നുകൊണ്ടിരിക്കെ പിന്നീട് അവിടെ സാമന്ത രാജ്യമായിട്ടൊക്കെ കണക്കാക്കി അവിടെ റോമൻ സാമ്രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഏതെങ്കിലുമൊക്കെ ജൂതന്മാർ ഭരണം നടത്താൻ തുടങ്ങി. അങ്ങനെ വന്ന ഒരാളാണ് ഹെറോൻ അല്ലെങ്കിൽ ഹെറോദിസ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിന്റെ ജനനം. യേശുക്രിസ്തു വളർന്നു വന്നപ്പോൾ ജൂതന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ വളരെ നിശിതമായി വിമർശിച്ചു. അവർക്കത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂസിഫിക്കേഷൻ നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ശേഷവും യേശുക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് മതം പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. AD 66 കൊടിയ ക്ഷാമത്തെയും കലാപത്തെയും തുടർന്ന് ജൂതയ നിവാസികൾ റോമൻ ഭരണാധികാരികൾക്കെതിരെ ലഹള ആരംഭിക്കുന്നുണ്ട്. പിന്നീട് റോമൻ ചക്രവർത്തിയായി തീർന്ന സൈന്യാധിപൻ ടൈറ്റസ് ഫ്ലാവിയസിന്റെ നേതൃത്വത്തിൽ റോം ജൂതന്മാരുടെ കലാപം അടിച്ചമർത്തി ജെറുസലേം നഗരം തകർക്കുകയും ചെയ്തു. രണ്ടാം ദേവാലയത്തിന്റെ ചുവർ മാത്രമാണ് അവശേഷിച്ചത്. 2-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തി ഹെഡ്രിയൻ ജൂതാരാധനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ സൈമൺ ബാർക്കോ ഗബ്ബയുടെ നേതൃത്വത്തിൽ ജൂതർ കലാപത്തിനൊരുങ്ങി. 5 ലക്ഷത്തോളം ജൂതന്മാർക്കാണ് അന്ന് മരണം സംഭവിച്ചത്. ജെറുസലേമിൽ നിന്ന് ജൂതർ പുറത്താക്കപ്പെടുകയും മതാരാധന നിരോധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ക്ഷേത്രാരാധന സമ്പ്രദായം നിലയ്ക്കുന്നുണ്ട്. പകരം അത് മതാചാര്യരായ റബ്ബികളെ കേന്ദ്രീകരിച്ചു. റോമൻ കാലത്തിന് ശേഷം ജൂത ബൈബിളിൽ പുതിയ പുസ്തകങ്ങളൊന്നും തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. ഒട്ടേറെ ജൂതരെ റോമാക്കാർ അടിമകളാക്കി വിറ്റതോടുകൂടി ഇസ്രയേൽ ജനതയുടെ തകർച്ച പൂർത്തിയായി. അങ്ങനെ AD 300 ആയപ്പോഴേക്കും റോമിലൊക്കെ മുഴുവൻ ക്രൈസ്തവ വിഭാഗമായി. ഇതോടെയാണ് യഹൂദ രാഷ്ട്രം ഇല്ലാതെയാകുന്നത്. അങ്ങനെ റോമൻ സാമ്രാജ്യം അവിടെ ഭരണം നടത്തുമ്പോൾ തന്നെ ജെറുസലേമിന്റെ പേര് അവർ മാറ്റി ക്യാപിറ്റോളിന എന്നാക്കി. പിന്നെ ജൂത എന്ന പ്രദേശത്തെ അവർ പലസ്തീൻ എന്നാക്കി മാറ്റി. റോമൻസ് ആണ് ഈ പേരുകൾ നൽകിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പണ്ട് ജൂത എന്നറിയപ്പെട്ടിരുന്ന ജൂതരുടെ സ്ഥലം തന്നെയാണ് പലസ്തീൻ. അങ്ങനെ കുറെ കാലത്തേക്ക് റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു ജെറുസലേം. ജൂതരെ അവർ അങ്ങോട്ട് പ്രവേശിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. അതിനിടയിൽ AD 600 കാലഘട്ടത്തിൽ അറേബ്യയിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അവിടെ ഇസ്ലാമിന്റെ ജനനം നടക്കുകയാണ്. അവിടെ നിന്നും ചില ആക്രമണങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഖലീഫ ഒമർ ആക്രമിക്കുന്നത്. അതിനുശേഷം ഫാത്തിമത്ത് എന്ന ഡൈനാസ്റ്റിയുടെ കീഴിലായി ഈ സ്ഥലം. ഈ ഡൈനാസ്റ്റിയുടെ കാലത്താണ്, അതായത് 1099 റോമിൽ നിന്ന് വീണ്ടും ഒരു ആക്രമണം നടത്തിയത്. അതാണ് ആദ്യത്തെ കുരിശുയുദ്ധം എന്നറിയപ്പെടുന്നത്. കുരിശുയുദ്ധം എന്ന് പറയുന്നത് റോമയിൽ നിന്നുള്ള ക്രിസ്തുമത വിശ്വാസികൾ ജെറുസലേം തിരിച്ചു പിടിക്കണം എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഇങ്ങോട്ടേക്ക് വരുന്നതിനെയാണ്. ഈ യുദ്ധം റോമിനെതിരെ നേരിട്ടത് ജൂതന്മാരും മുസ്ലിമുകളും ഒരുമിച്ചാണ് എന്നതും നമ്മൾ ഓർക്കണം. പക്ഷേ കുരിശു യുദ്ധക്കാർ വിജയിച്ചു. അങ്ങനെ ആദ്യത്തെ കുരിശു യുദ്ധക്കാരുടെ സാമ്രാജ്യം വരികയാണ്. അതിനുശേഷം മംലക്കുകൾ, സെൽജുക് ട്രാക്സ് തുടങ്ങി ചെറിയ ചെറിയ ചില ഭരണ കാലഘട്ടങ്ങളിലൂടെ ഈ പ്രദേശം കടന്നു പോകുന്നുണ്ട്. അതിനുശേഷം വളരെ വലിയൊരു ആക്രമണം നടന്നു. അത് ഒട്ടോമൻകാരുടേതാണ്. 1516 തൊട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അത് വളരെയധികം കാലം നിലനിന്നു. പിന്നീട് 1914 ഒന്നാം ലോക മഹായുദ്ധകാലം വരുന്നു. അതിനിടയിൽ ജൂതന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടി അറിയേണ്ടതുണ്ട്. പല ഭാഗങ്ങളിലായി ജൂതന്മാർ ചിതറിപ്പോയെങ്കിലും അവർ പോയ ഇടങ്ങളിലൊക്കെ അവർ മിടുക്കന്മാരായി. അവർ ചെയ്തിരുന്നത് 2 തരത്തിലുള്ള ജോലികളാണ്: ബാങ്കിങ്ങും ട്രേഡും. ബാങ്കിങ് സത്യത്തിൽ ജൂതരുടെ കുത്തകയായിരുന്നു. അതിനുള്ള കാരണം അന്ന് പലിശയ്ക്ക് പണം കൊടുക്കുന്നതൊക്കെ ഇവരായിരുന്നു എന്നുള്ളതാണ്. ക്രൈസ്തവർക്ക് ഇതെല്ലാം തെറ്റായിട്ടാണല്ലോ ബൈബിൾ പ്രകാരം കാണുന്നത്. അപ്പോൾ ജൂതന്മാർ മാത്രമേ ഈ പണി ചെയ്തിരുന്നുള്ളൂ. ട്രേഡിന്റെ കാര്യത്തിലും അതുപോലെ തന്നെയായിരുന്നു.
ജൂതർ പല ഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്നതുകൊണ്ട് അവർക്ക് എവിടെ നിന്നും സാധനങ്ങളൊക്കെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഗതിയുമില്ലാതെ പലയിടങ്ങളിലേക്ക് കുടിയേറിപ്പാർത്ത ജൂതന്മാർ സമ്പന്നന്മാരായി, മിടുക്കന്മാരായി. പക്ഷേ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത്തെ കാര്യം, ജൂതർ ജീസസ് ക്രൈസ്റ്റിനെ കുരിശിലേറ്റിയവരാണ്. പിന്നെ ജൂതർക്കെതിരായ പല തെറ്റായ പ്രചാരണങ്ങളുമൊക്കെ ആരംഭിക്കാൻ തുടങ്ങിയിരുന്നു. ഇവർ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ പരത്തുന്നതാണ് എന്നതുൾപ്പെടെയുള്ള പ്രചാരണങ്ങളാണ് അന്ന് ഉണ്ടായത്. അതിനിടെ ഇംഗ്ലണ്ടിൽ ബ്ലാക്ക് ഡെത്ത് അഥവാ പ്ലേഗ് വരുന്നുണ്ട്. അതിന്റെ പേരിലും ജൂതരെ കുറേയധികം വേട്ടയാടി. അതിനുശേഷം സ്പെയിൻ, റഷ്യ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ജൂതന്മാർക്കെതിരെ ആക്രമണമുണ്ടായി. അപ്പോൾ പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിലും സ്വന്തമായി നാടില്ല എന്നത് ഒരു കുറവായി തന്നെ ജൂതർക്ക് പ്രശ്നമായി മാറി. അപ്പോഴാണ് ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. ഇംഗ്ലീഷുകാർ ജൂതന്മാർക്ക് മുൻപിൽ ആ സമയം ഒരു ഓഫർ വെച്ചു. ഞങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു മദർലാൻഡിന് സൗകര്യം ഉണ്ടാക്കി തരാം. അതായത് അവർക്ക് ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന അതേ ഭാഗത്ത് തന്നെ. ഇതോടെ ജൂതർ പൂർണ്ണ പിന്തുണ ബ്രിട്ടീഷുകാർക്ക് നൽകി. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇംഗ്ലണ്ട് വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യം കൈയടക്കി വെച്ചിരുന്ന ജൂതരുടേതായിട്ടുള്ള സ്ഥലം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു ചേരുന്നുണ്ട്. അതിനിടയിൽ പറയേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ആക്രമണങ്ങളെക്കാൾ വലിയ ആക്രമണം ഈ ജൂതർക്ക് നേരെ നടക്കുന്നുണ്ട്. അത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഹോളോകോസ്റ്റ് എന്ന പേരിലാണ്. ആ സമയം എല്ലാവർക്കും അറിവുണ്ടാകുമെന്ന് കരുതാം. 60 ലക്ഷം ജൂതരെയാണ് ഗ്യാസ് ചേംബറിലിട്ട് കൊന്നൊടുക്കിയത്. വംശഹത്യയുടെ ഏറ്റവും ഭീകരമായ ഒരു ഉദാഹരണം കൂടിയായി അത് മാറി. ഇതോടെ ബ്രിട്ടീഷുകാരുടെ അടുത്ത് ചെന്ന് ജൂതന്മാർ പണ്ട് നൽകിയ വാക്കിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. അന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയല്ലോ, ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണം. ബ്രിട്ടീഷുകാർ വാക്കുപാലിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ അവർ യുണൈറ്റഡ് നേഷൻസിനെ ഏൽപ്പിച്ചു ഈ ദൗത്യം. അങ്ങനെ യുണൈറ്റഡ് നേഷൻസ്, അമേരിക്ക, ഇംഗ്ലണ്ട് എന്നിങ്ങനെ എല്ലാ പ്രധാന രാജ്യങ്ങളും ഇടപെട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ മേൽനോട്ടത്തിൽ ഈ പറയുന്ന പലസ്തീൻ രാഷ്ട്രം വിഭജിച്ച് ഒരു വിഭാഗം ജൂതന്മാർക്കും ഒരു ഭാഗം പലസ്തീൻകാർക്കുമായി നൽകി. പക്ഷേ ജൂതരാഷ്ട്രം ഇവിടെ നിലവിൽ വന്നത് അറബികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് ആ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും അവിടെ അറേബ്യൻ കൾച്ചറായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അവർക്കിടയിൽ ഒരു ജൂതരാഷ്ട്രം വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവരെ എങ്ങനെയും അവിടെ നിന്ന് ഓടിക്കണമെന്നായി ചിന്ത. അപ്പോൾ 1948 ഇസ്രയേൽ രൂപം കൊണ്ട ആ വർഷം തന്നെ അറബ് ലീഗ്, അതായത് 5 ലീഡിംഗ് അറബ് രാജ്യങ്ങൾ യോജിച്ച് അവരെ തുടച്ചു നീക്കാനുള്ള പദ്ധതിയിട്ടു. പക്ഷേ ഇസ്രയേൽ അവരെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, വളരെയധികം സ്ഥലം കൂടി അവർ നേടിയെടുത്തു. 1956 ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ 1967 ഏറ്റവും പ്രശസ്തമായ യുദ്ധം നടന്നത്. അബ്ദുൽ നാസർ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അറബ് രാജ്യങ്ങളെല്ലാം കൂടി എയർഫോഴ്സ് അടക്കം എല്ലാം തയ്യാറാക്കി വെച്ച് ആക്രമിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ ആ യുദ്ധവിമാനങ്ങളൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഇസ്രയേൽ അവരെ അടപടലം നിലംപരിശാക്കി. ഇതുപോലൊരു തിരിച്ചടി അറബ് രാജ്യങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. ഈ യുദ്ധം നടക്കുന്നത് ഇസ്രയേൽ രൂപം കൊണ്ട അതേ വർഷം തന്നെയാണ്. ഇടയ്ക്കിടെ ഇസ്രയേലിന് നേരെയുണ്ടായ ആക്രമണങ്ങൾ എല്ലാം പരിശോധിച്ചാൽ മനസ്സിലാകും, ഒന്നും അവർ സ്റ്റാർട്ട് ചെയ്ത യുദ്ധങ്ങളല്ല, ആക്രമണങ്ങളല്ല. 1973 യുദ്ധം നടന്നത് ഒക്ടോബർ 7 ഹമാസ് യുദ്ധം തുടങ്ങിയതും അല്ലെങ്കിൽ ആക്രമണം നടത്തിയതും ഒക്ടോബർ 7 അത് ജൂതരെ സംബന്ധിച്ച് സാബത്ത് ദിവസമാണ്. അവർ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ കഴിയുന്ന ദിനം. ആ ദിവസമാണ് ഇവർ ആക്രമിക്കുന്നത്. അങ്ങനെയാണ് ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തിന് തിരിച്ചടിക്കേണ്ടി വരുന്നതും. ഇനിയൊരു പക്ഷേ അവർ പിന്നോട്ട് പോക്കുണ്ടാകില്ല. കാരണം അവർക്കും അവരുടേതായ ഒരു രാജ്യം വേണമല്ലോ. ഇതൊക്കെയാണ് ഇസ്രയേലിനെ കുറിച്ച് ലഭിച്ച കുറച്ചു വിവരങ്ങൾ. ബാക്കി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ.